ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രുക്മിണി മോഹൻ, നിർമ്മല പവിത്രൻ, ജഗദമ്മ, ജയാനിൽ, ജാനകി ടീച്ചർ, ശ്രീകല, ഗീതാ നായർ, നിർമ്മല രമേശ്, സുലോചന അഖിൽ, വിജി ബിജു, പ്രമിള സുനിൽ, പ്രസന്ന. ഇനി ഇടയ്ക്കിടയ്ക്ക് വല്ലതിലും നേരത്തെ ഇട്ട വീഡിയോകളിൽ ചില മക്കൾ പുതുതായിട്ട് വരും. അത് എല്ലാം നോക്കാൻ എനിക്ക് പറ്റത്തില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വഭക്ത മക്കളെയും കമൻസ് ഇല്ലാത്തവരെയും കമൻസ് തന്നവരെയും ഒക്കെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്ത്. എല്ലാ ഭക്തമക്കൾക്കും സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പനാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലം ഇതിലിതു കൊണ്ട് മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. മക്കളെ, നമ്മൾ പ്രദ്യുമ്നോ ഉൽപ്പത്തിയെ പറ്റിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ അതിനുവേണ്ടി കൈലാസത്തിൽ ഭഗവാനെ പരമേശ്വരനെ കാണാൻ പോയി. അവിടുന്ന് അനുവാദം വാങ്ങിക്കണമല്ലോ. അതായത് ഭഗവാൻ പരമേശ്വരനാണല്ലോ കാമദേവനെ ഭസ്മമാക്കിയത്. അപ്പോൾ അത് രുക്മിണിയിൽ കാരണം രതി വീണ്ടും അങ്ങനെ ആകാംക്ഷയോടിരിക്കുക, ഇനിയും ജനിച്ചു വരണം കാമദേവൻ ഭർത്താവ്. അതിനുവേണ്ടി തപസ് ചെയ്യുമ്പം പിന്നെ അത് ആവർത്തിച്ച് ഒന്നുകൂടെ ജനിച്ചു വരണമല്ലോ. അതിന് ഭഗവാൻ അതിനുവേണ്ടി പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഭഗവാന്റെ മനസ്സിൽ വന്നു ദേഹാർത്ഥം കൃഷ്ണൻ മാനസേ വസിച്ചിതു ഈ കാമൻ അതിൻ്റെ ജീവൻ. അങ്ങനെ അവർ ഈ ജീവനും തിരഞ്ഞെടുക്കണം ഒരാൾ ഒരു ഗർഭത്തിലേക്ക് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം. അങ്ങനെ അക്കാലം രുക്മിണിക്ക് പ്രഥമ ഗർഭമുണ്ടായി ഉൾക്കൊതുകേന പെറ്റ നേരത്ത് ഈ കുഞ്ഞ് എന്ത് ചെയ്തു? ആ ശമ്പരാസുരൻ ഒരു വരം മേടിച്ചിട്ടുണ്ട്. ഈ ഭസ്മമായതിനു ശേഷം തിരിച്ച് ഇതിനൊരു ജനനം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് കാമദേവൻ മാത്രമേ
ശമ്പരനെ വധിക്കാൻ വരം വാങ്ങിച്ചു. അങ്ങനെ പറ്റത്തുള്ളൂ. കാമദേവന് വന്നാൽ ശമ്പരനെ വധിക്കാൻ ഒരു വരമുണ്ട്. അപ്പം കാമൻ ഭസ്മമായി പോയിട്ട് ജനിച്ചു വരത്തില്ല എന്ന് കരുതിയാണ് ഈ വരം ശമ്പരാസുരൻ മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാമൻ വന്നെങ്കിലേ ഈ അഹങ്കാരിയായ ശമ്പരാസുരനെ വധിക്കാനും പറ്റൂ. എന്തുകൊണ്ടും ഇവിടെ അവതരിക്കേണ്ട സമയം കഴിഞ്ഞു ഈ കാമദേവൻ. അതുകൊണ്ട് ഇതറിഞ്ഞപ്പോൾ ഈ ശമ്പരാസുരൻ രഹസ്യമായിട്ട് മായയാൽ ഈ കുഞ്ഞിനെ മറച്ചു കൊണ്ടുപോയി സമുദ്രത്തിലേക്ക് എറിഞ്ഞു ശമ്പരാസുരൻ. അപ്പം ശമ്പരാസുരനെ എറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മത്സ്യം അതിനെ വിഴുങ്ങി. പിന്നെ മുക്കുവൻ്റെ കയ്യിൽ അത് വല വീശിയപ്പോൾ മറ്റ് മത്സ്യങ്ങളുടെ കൂടെ ഈ വലിയൊരു മത്സ്യം, അപ്പം ഈ എറിഞ്ഞ ശമ്പരാസുരൻ തന്നെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു ഈ മുക്കുവൻ ദാശൻ. അപ്പോൾ ഇത്രയും വലിയൊരു മത്സ്യവും അതിന് പ്രത്യേക ഒരു അഴകും ഒക്കെ കണ്ടിട്ടാണ് കൊണ്ടുവന്ന് കാഴ്ച വെച്ചത്. അത്രയും വലിയൊരു മത്സ്യമാണെങ്കിലേ അങ്ങനെ ഒരാൾക്ക് പ്രധാനപ്പെട്ട ഈ ശമ്പരാസുരൻ ഒരു കേമനല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചപ്പോൾ അത് നന്നായി പാചകകല, നല്ല ഭംഗിയായി രുചികരമായി ആഹാരം പാചകം എന്നാണ് രതി. പക്ഷേ രതിയായിട്ടല്ല, മായ കൊണ്ട്, രതിയുടെ തന്നെ മായയാൽ മറഞ്ഞു നിന്നും കൊണ്ട് മായ അവരുടെ തന്നെ മായയിൽ തന്നെ അവർ മായാവതിയായോടെ നിന്ന് ആളറിയാതെ. കാരണം അത് നാരദ മഹാമുനിയുടെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കി. എന്തൊക്കെയോ നാരദ മഹാമുനി പറഞ്ഞു കൊടുത്ത അനുസരിച്ചാണ് അവിടെ പാചക ജോലിക്ക് വേണ്ടി നിന്നത്. ഇതെല്ലാം ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിലും ഭഗവാൻ നിശ്ചയിക്കുന്നതല്ലേ എല്ലാം വരത്തുള്ളൂ. സൂക്ഷം ഈ കുഞ്ഞിനെ ശമ്പരാസുരൻ്റെ കയ്യിൽ തന്നെ കിട്ടി, കൊണ്ടുവന്ന് പാചകത്തിന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അഴക് കണ്ട് കുറച്ച് നേരം എന്താ ഇതിങ്ങനെ നല്ലൊരു സൗന്ദര്യമുള്ളൊരു മത്സ്യം ഒന്ന് കണ്ട് ഈ മായാവതി അതിനെ പതുക്കെ ഒന്ന് കീറിയപ്പോൾ ഒരു കുഞ്ഞ്. പക്ഷെ മായാവതിക്ക് അറിയില്ല ഈ കുഞ്ഞ് എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അന്തം വിട്ടിങ്ങനെ നിന്നപ്പോൾ തന്നെ, കുറച്ച് നേരം ചിന്തിച്ച് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നാരദ മഹാമുനിയോടെ എത്തി വിവരങ്ങൾ മൊത്തവും പറഞ്ഞു. ഇത് കാമദേവൻ ഭസ്മമായി ശിവഭഗവാൻ ഭസ്മാക്കിയകളെ കാമദേവൻ്റെ ജീവനാണ്, ആ കുട്ടിയാണ്, അത് രുക്മിണിയുടെ മകനാണ്, കൃഷ്ണൻ്റെ മകനാണ്. അത് ശമ്പരാസുരൻ മായാൽ കൊണ്ടുപോയി അവൻ്റെ മരണത്തിന് ഇടയാക്കും. ഈ കുട്ടി വളർന്നു വന്നാൽ അതിന് പേടിച്ച് ഭയന്നിട്ട് അവൻ്റെ ജീവനെ ഓർത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് സമുദ്രത്തിൽ എറിഞ്ഞതാണ്. അത് മുക്കുവൻ്റെ കയ്യിൽ കിട്ടി. ആ മത്സ്യമാണ് ശമ്പരാസുരനെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ കുട്ടിയെ രഹസ്യമായി വളർത്തുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് രതിയുടെ ഭർത്താവ് തന്നെയാണ് കാമദേവൻ. അത് കുഞ്ഞായിട്ട് വന്നത് അത് രുക്മിണിയുടെ മകനാണ്, പിതാവ് കൃഷ്ണൻ തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ രഹസ്യമായി ഇതിനെ വളർത്തി. നമ്മൾ അതാണ് വായിച്ചുകൊണ്ടിരുന്നത്. കാമൻ്റെ പുനർജന്മം കാമിച്ചിട്ടിരിക്കുന്നു ഈ രതി. ഒരു പുനർജന്മമായിട്ട് ഈ കാമൻ വരാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കാമിനി രതി. മുനി നാരദ വാക്യത്താൽ നാരദ മഹാമുനി കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന നാരിയ മായാവതി മംഗലശോഭയോടും കണ്ടതു മത്സ്യത്തിനെ. അങ്ങനെ സുന്ദരമായിരിക്കുന്ന ഒരു പ്രത്യേക അഴകുള്ളൊരു മത്സ്യത്തിനെ കീറി നോക്കിയ നേരം ശോഭിത ബാലം, സുന്ദരനെ ശോഭിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. ഏറിയ സംശയത്തോട് ഓർത്തിരിക്കുന്ന നേരം, എന്താ ഇങ്ങനെ ഒരു കുഞ്ഞിതിൽ വന്നത്, മനുഷ്യക്കുഞ്ഞ് മത്സ്യത്തിനകത്ത് ഇങ്ങനെ ഓർത്തിരിക്കുന്ന നേരം നാരദൻ ചെന്ന് കാമനുണ്ടായ വൃത്താന്തങ്ങൾ സാരസാക്ഷിയെ ബോധിപ്പിച്ച് ഉടൻ എഴുന്നള്ളി. അങ്ങനെ കാര്യങ്ങളെല്ലാം രതി മായാവതിയെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് നാരദ മഹാമുനി പോയി. ആരുമേ അറിയാതെ ബാലനാം കാന്തൻ തന്നെ പാരാതെ വളർത്തിയതു സാദരം മായാവതി. ബാലനാകുന്ന ഈ കുട്ടി ആരാണ്? കാന്തൻ ഭർത്താവാണ്, രതിയുടെ ഭർത്താവാണ്. ഈ മായാവതി എന്ന് പറഞ്ഞപ്പോൾ അവർ രതിയാണ്, രതിയുടെ ഭർത്താവാണ് ഈ കുട്ടി. അതുകൊണ്ട് അവർ ഇത് രഹസ്യമായി ഒളിച്ചു വെച്ച, കാരണം അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക ജനിച്ചു വരാനായിട്ട്. അപ്പോൾ രഹസ്യം വെളിവിടുമോ? അതുകൊണ്ട് അവർ രഹസ്യമായി തന്നെ പാരാതെ നന്നായി വളർത്തി സാധനം ഈ മായാവതി. നമ്മൾ അവിടെ ഒരാൾ വായിച്ചതിന് കണ്ടു വായിക്കാം. നാരദൻ ചെന്നു കാമനുണ്ടായ വൃത്താന്തങ്ങൾ, കാമദേവന്റെ വൃത്താന്തങ്ങൾ സാരസാക്ഷിയെ ബോധിപ്പിച്ചുടൻ എഴുന്നള്ളി. ഈ രതിയെ, അതായത് മായാവതിയെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ട് അദ്ദേഹം പോയി. നാരദ മഹാമുനി. ആരുമേ അറിയാതെ ബാലനാം കാന്തൻ തന്നെ പാരാതെ വളർത്തിയതു സാദരം മായാവതി. രഹസ്യമായി അതിനെ ആ കുട്ടിയെ വളർത്തി. കാമതൻ കൃഷ്ണൻ തൻ്റെ നന്ദനൻ താനും പിന്നെ സീമയില്ലാതെ ഗുണത്തോടും യൗവനം വന്ന് പെട്ടെന്നങ്ങ് വളർന്നോളും.
അതുകൊണ്ട് കാമതൻ കൃഷ്ണൻ തൻ്റെ നന്ദനൻ, ഭഗവാൻ കൃഷ്ണൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കി. എന്താ കാരണം? അവർക്കറിയാലോ, നാരദ മഹാന് പറഞ്ഞ സംഗതി മനസ്സിലായല്ലോ, കൃഷ്ണൻ്റെ മകനാണെന്ന് രുക്മിണിയുടെ. അപ്പോൾ രതി എന്ത് ചെയ്തു? സീമയില്ലാതെ ഈ ഗുണത്തോടും യൗവനമൊക്കെ നന്നായി, കൃഷ്ണൻ എത്രമാത്രം സുന്ദരനാണ്, അത് സീമ കണക്കില്ലാതോണം എല്ലാ ഗുണങ്ങളും ഈ കുട്ടിക്കുണ്ടായി. സീമയില്ലാതെ ഗുണത്തോടും യൗവനം വന്ന് കാമസുന്ദരൻ മുഖപത്മവും നേത്രദ്വയം കോമള ബാഹുക്കളും പാദാതി കേശാന്തവും. കാമസുന്ദരനാണൊന്ന്, അത് കാമദേവനാണ്. സർവ്വപേർക്കും ആഗ്രഹങ്ങളെ കൊടുക്കുന്നതാണ് ഈ കാമൻ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്തിനും വേണ്ടുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് കാമദേവൻ്റെ തൊഴിലാണ്. ആ കാമദേവൻ ലോകത്തില്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഇല്ലാതെ പോകും. എന്തിനും ഭോഗ സുഖങ്ങൾ എല്ലാത്തിനും വേണമല്ലോ. അത് ഓരോ രീതിയിലുള്ളതും എല്ലാം ഏത് രീതിയിലുള്ള ആഗ്രഹവും ഒരാൾക്ക്, ഒരു പക്ഷിക്കായാലും മൃഗത്തിനായാലും മനുഷ്യനായാലും ഈ ലോകത്ത് പ്രകൃതിയിൽ അത് വേണമെങ്കിൽ അതിൻ്റെ എല്ലാം തലക്കെട്ടിലിരിക്കുന്ന ഈ കാമദേവൻ ഉണ്ടെങ്കിലേ നടക്കൂ. അതുകൊണ്ട് കാമസുന്ദരൻ്റെ മുഖപത്മവും നേത്രദ്വയം 2 കണ്ണുകളും കോമള ബാഹുക്കൾ നല്ല കൈകളും പാദാതി കേശാന്തവും പാദം തൊട്ട് മുടിവരെയും ഉള്ള ശോഭിച്ച് മദനൻ്റെ ഈ കാമൻ്റെ മദനചന്ത അത്രമാത്രം സുന്ദരനായ ഈ കാമദേവൻ്റെ രൂപലാവണ്യൊക്കെ കൊണ്ട് വാദിക്കേണ്ടതുമില്ല. മോഹനമെന്നേ വേണ്ടു, ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും വാദിപ്പാനില്ല. അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര സുന്ദര കോമളനാണ് സർവാംഗവും. പോരയ്ക്ക് ഭഗവാന്റെയും കൂടെ മകനല്ലേ. കാമദേവന് പൊതുവേ സുന്ദരനാണ്, പിന്നെ ഭഗവാൻ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കൂടെ എന്ന് പറയുമ്പോൾ പിന്നെ പറയണോ? അതുകൊണ്ട് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. മോഹനമെന്നേ വേണ്ട, അത്ര സുന്ദരനാണ്. കാമനാം തൻ്റെ കാന്തൻ തന്നെ കണ്ടത രതി. ഈ കാമനായിരിക്കുന്ന കാന്തനെ, ഭർത്താവിനെ, കുഞ്ഞാണെങ്കിലും അവരുടെ ഭർത്താവാണല്ലോ, ആ കണ്ടത ഈ രതി, ഈ മായാവതി കാമലീലകൾ തുടർന്നിടിനാൾ വഴി പോലെ. കുട്ടിയാണെങ്കിലും കുട്ടി പെട്ടെന്ന് വളരും. കുട്ടിയാണെങ്കിൽ പോലും ഈ രതിക്ക് ഭർത്താവുന്നതുകൊണ്ട് ഇവർ ഈ കുഞ്ഞിനറിയില്ല. കുഞ്ഞ് വിചാരിക്കുന്നത് ഈ രതി അമ്മയാണെന്ന്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പം ആ താലോലിപ്പെല്ലാം കാണുമ്പം കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷേ രതിക്കുള്ള മനസ്സിൽ കറ തീർന്ന് അവരുടെ ഭർത്താവാണെന്ന് അറിയാം. അതുകൊണ്ട് അവർ കാമലീലകൾ കൊണ്ട് അതിന് വേറൊരു രീതിയിലുള്ള സ്നേഹം കൊടുക്കും. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടല്ലോ. ഈ കുട്ടി അമ്മയായിട്ട് കാണുമ്പം രതി എന്ത് ചെയ്യും? അവരുടെ ഭർത്താവായിട്ട് കാണും. അതുകൊണ്ട് കാമലീലകൾ തുടർന്നിടുന്നാൾ വഴി പോലാരാ രതി. അത് കണ്ടപ്പോൾ അന്നേരം കൃഷ്ണാത്മജൻ ചൊല്ലിനാൻ. കൃഷ്ണൻ്റെ മകനായ ഈ കാമദേവൻ കുഞ്ഞ് പറയുന്നു, മമ മാതാ, എൻ്റെ അമ്മേ, നിന്നുടെ മോഹമിതു യോഗ്യമല്ല അന്ന നേരം. അല്ലെന്ന നേരം എന്താ ഇങ്ങനെ ഉള്ള ആഗ്രഹം ശരിയല്ല അമ്മേ എന്ന് അമ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മമ, എൻ്റെ മാതാ, എൻ്റെ അമ്മ, നിന്നുടെ അത് അമ്മയുടെ ഈ മോഹം ഇത് യോഗ്യമല്ലെന്ന നേരം. അങ്ങനെ പറഞ്ഞു, ഇത് ശരിയല്ല അമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ വേണ്ടാത്ത രീതിയിലുള്ള അവരുടെ ഒരു കാന്തനോട് കാണിക്കുന്ന രീതി കാണിച്ചപ്പോൾ കുഞ്ഞിന് മനസ്സിനകത്ത് വേറൊരു രീതിയല്ലേ അമ്മ മക്കൾ എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന്, ഇത് യോഗ്യമല്ലെന്ന നേരം. എന്തു പറഞ്ഞു? രതി ചൊല്ലിനാൾ മായാവതി പറയുന്നു. വൃത്താന്തം സമസ്തവും അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഈ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ഈ രതി ആരാണ്, ഇതൊക്കെ അങ്ങോട്ട് അവരുടെ അച്ഛനും അമ്മയും ആരാണ്, ഇതൊക്കെ എല്ലാം സമസ്തം എന്താ പറയുന്നത്? മല്ലലോചനൻ കൃഷ്ണൻ നിന്നുടെ താതനടോ. അപ്പോൾ മല്ലലോചനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണോ നീയുടെ പിതാവ്? കാമനോട് പറഞ്ഞു. നിൻ്റെതല്ല, കാമൻ അവിടെ കാന്തനല്ലേ, ഭർത്താവല്ലേ രതിയുടെ. അതുകൊണ്ട് പറഞ്ഞു, മല്ലലോചനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ് നിന്നുടെ പിതാവ്. മുന്നം നീ കാമദേവൻ, മുമ്പ് നീ കാമദേവനായിരുന്നു. ശങ്കരൻ തൻ്റെ കണ്ണിൽ മുന്നമേ ദഹിച്ചവൻ ശങ്കരാജ്ഞയാൽ ഇപ്പോൾ. അപ്പോൾ ശങ്കരൻ പരമശിവൻ്റെ തൃക്കണ്ണിനാൽ നീ കാമദേവനായിരുന്നു. ഭഗവാൻ ശങ്കരൻ്റെ കണ്ണിൽ മുന്നമേ നീ ദഹിച്ചു പോയി. നേരത്തെ നീ ശങ്കരൻ്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്ന തീജ്വാലയിൽ നീ ഭസ്മമായി പോയി, ദഹിച്ചു പോയി. പിന്നെ ശങ്കരാജ്ഞയാൽ ഇപ്പോൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം, ഭഗവാൻ അവിടെ പോയാണല്ലോ ചോദിച്ചിട്ട് വന്നത്, ഭഗവാൻ ശിവന്റെ ആജ്ഞപ്രകാരം ഇപ്പോൾ എന്ത് വന്നു? പങ്കജനേത്ര പുത്രനായി കൊണ്ട് പിറന്നിതു. പങ്കജനേത്രപുത്രൻ കൃഷ്ണൻ. പങ്കജനേത്രൻ, പങ്കജത്തിൻ്റെ ഇതളുപോലുള്ള കണ്ണോടുകൂടിയതാണ് പങ്കജനേത്രൻ. ആരാ? കൃഷ്ണൻ.
കൃഷ്ണനെയാണ് അങ്ങനെ പറയുക, ശ്രീരാമനെയൊക്കെ അങ്ങനെ പറയും. കാരണം നാരായണൻ എന്നുള്ള ആരെയായാലും കൃഷ്ണനും നാരായണനും ശ്രീരാമനും ഒക്കെ പങ്കജ നേത്രൻ എന്ന് പറയാം. അവരെല്ലാവരും താമര ഇതുള്ള പോലുള്ള കണ്ണോടുകൂടി അതിനാണ് പങ്കജ നേത്രൻ എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിക്കോണം. കൃഷ്ണനാണല്ലോ കാമൻ്റെ പിതാവ്. അതുകൊണ്ട് പങ്കജ നേത്രപുത്രനായിക്കൊണ്ട് പിറന്നിതു. നേരത്തെ നീ ഭസ്മമായി പോയി, ശങ്കരൻ്റെ തൃക്കണ്ണിനാൽ ഭസ്മമായി പോയി. വീണ്ടും ശങ്കരൻ്റെ തന്നെ ആജ്ഞപ്രകാരം തന്നെയാണ് ഇപ്പം കൃഷ്ണൻ്റെ മകനായി നീ വന്നത്. ശങ്ക എന്നിയേ നിന്നെ ശമ്പര അസുരൻ ഇവൻ. അപ്പം നിന്നെ ഈ ശമ്പര അസുരനായിരിക്കുന്ന ഈ ശമ്പരൻ നിന്നെ തന്നെ മരണത്തിൻ ഭീതിയാൽ സമുദ്രത്തിൽ നിന്നെയും എടുത്തെറിഞ്ഞിടിനാൻ. അതും അപ്പോൾ വന്നു മത്സ്യവും വിഴുങ്ങിടിനാ നേരം അത് ചെന്ന് ദാശൻ്റെ വല തന്നിലും അകപ്പെട്ടു. ദാശനും ശമ്പരനും വല തന്നിലും അകപ്പെട്ടു. വന്നു മത്സ്യവും വിഴുങ്ങിടുന്ന നേരം അത് ചെന്ന് ദാശൻ്റെ വല തന്നിലും അകപ്പെട്ടു. ദാശനും ശമ്പരനും കാഴ്ചയായി വച്ചാൻ അത് ഞാനെടുത്തറിയാതെ വളർത്തേൻ ഇത്ര നാളും. എന്താ ഇത് ഇത്രയും നമുക്കറിയാവുന്ന കാര്യം ഈ പറഞ്ഞ അത്രയും. അതായത് ഈ ശമ്പരാസുരൻ്റെ മരണഭീതി കൊണ്ട് ഈ കുട്ടിയെ അവൻ്റെ മരണഭീതിയാൽ, കാരണം ശമ്പരൻ എന്തെങ്കിലും ജനിച്ചു വരുന്നെങ്കിലേ അവന് മരണമുള്ളൂ. അങ്ങനെ വരം മേടിച്ച് കാമദേവൻ ഭസ്മമായി പോയതിന് ശേഷമാണ് അവൻ വരം വാങ്ങിച്ചത്. അവന് തപസ് ചെയ്തപ്പോൾ എന്ത് വരമോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവന് പറയാമല്ലോ, എനിക്ക് കാമദേവനെ എന്നെ വധിക്കാൻ പറ്റും. കാരണം അതാ ഭസ്മമായി പോയിട്ട് ഇനി ഒരിക്കലും കാമദേവൻ തിരിച്ചു വരത്തില്ല എന്ന് കരുതിയിട്ടാണ് ആ ഒരു വരം മേടിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ പറയുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായാൽ ഇത് ഞാൻ പിന്നെ അങ്ങ് മറന്നു പോകും. എന്തിനായാലും അസുരന്മാർക്ക് തപസ്സുണ്ട്. അപ്പം വരം മേടിച്ചപ്പോൾ അയാൾ ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചു. ഒരിക്കലും കാമൻ തിരിച്ചു വരത്തില്ല എന്ന് കരുതിയിട്ടാണ് എന്നെ കാമദേവന് മാത്രമേ വധിക്കാൻ വരം തരാവൂ. അതുകൊണ്ട് കാമൻ ജനിക്കുമെന്നായപ്പോൾ അവന് വിഷമം. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് സമുദ്രത്തിലെറിഞ്ഞു കൊല്ലാൻ. അപ്പം ഇവന് മരണത്തെ പേടിയുണ്ട്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇവനെ വധിക്കും. കാരണം അങ്ങനെ വരം മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ശമ്പരാസുരന് മരണം ഇല്ലാതിരിക്കുക. എപ്പോഴായാലും അയാളുടെ കൈ കൊണ്ട് തന്നെ വരം മേടിച്ചു പോയതാണ്. ഈ കാമൻ്റെ കയ്യിൽ തന്നെ മരണം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ ഭയന്നിട്ട് ഈ കുട്ടിയെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിടാൻ അതും അപ്പോൾ എന്ത് ചെയ്തു, വന്നു മത്സ്യവും വിഴുങ്ങിടിന നേരം പെട്ടെന്ന് തന്നെ ഒരു മത്സ്യം എന്ന കുട്ടിയെ ഈ കാമനെ കുഞ്ഞായിട്ടിരുന്നപ്പം രുക്മിണിക്ക് പോലും അറിയാൻ പറ്റില്ല എങ്ങോട്ടാണ് ഈ കുട്ടി പോയെന്ന്. മായ കൊണ്ട് മറച്ചാണ് ഈ അസുരന് മായയുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ പെട്ടെന്നൊരു മത്സ്യം എടുത്ത് വിഴുങ്ങിന നേരം അത് ചെന്ന് എന്ത് ചെയ്തു, ദാശൻ്റെ വല തന്നിലും അകപ്പെട്ടു. ദാശനര മുക്കുവൻ്റെ വലയിൽ അകപ്പെട്ടു. ദാശനും ശമ്പരൻ്റെ കാഴ്ചയായി വച്ചാൻ അത്. കാരണം ആ ദാശൻ എന്താ ഇത്രയും വലിയൊരു മത്സ്യം, ഒരു കുഞ്ഞിനെ അവൻ്റെ വയറ്റിലുണ്ടെങ്കിൽ അത്രയും വലിയൊരു മത്സ്യമായിരിക്കുമല്ലോ. നമുക്കറിഞ്ഞൂടെ വലിയ വലിയ മത്സ്യങ്ങൾ മനുഷ്യനെ വിഴുങ്ങുന്നത്. അപ്പോൾ ഒരു കുഞ്ഞല്ലേ, ഒരു കൊച്ചിനെ വിഴുങ്ങാൻ അത്രത്തോളം വലിയൊരു മത്സ്യം വലയിൽ വന്നതിൽ വലിയ മത്സ്യം ആയതുകൊണ്ട് ഇവനെന്ത് ചെയ്തു, ശമ്പരനോട് കാഴ്ച വെച്ചു. ശമ്പരന് കാഴ്ചയെ വച്ചാൻ അത് ഞാനെടുത്തറിയാതെ വളർത്തേൻ എത്ര നാളും. ഇതെല്ലാം കാമദേവനോട് ആ കുഞ്ഞിനോട് അമ്മ എന്താ ഇങ്ങനെ, അമ്മയല്ലേ, അമ്മയുടെ സ്നേഹം ഇങ്ങനെ, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയെടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നീ എൻ്റെ ഭർത്താവായിരുന്നു, അത് ശങ്കരൻ്റെ തൃക്കണ്ണാൽ നീ ഭസ്മമായി പോയി, അത് വീണ്ടും ഇപ്പം ജനിച്ചതാണ്, എൻ്റെ കാന്തനാണ് നീ, നിൻ്റെ പിതാവ് കൃഷ്ണനാണ്, രുക്മിണിയാണ് അമ്മ. ഇതെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. ഈ കുട്ടിയോട് ഈ തള്ള പറഞ്ഞു കൊടുത്ത്. അപ്പം ഞാൻ എടുത്തറിയാതെ വളർത്തിന് ഇത്ര നാളും എന്നുടെ പതിയായ നീ മുന്നം ദഹിച്ച് അതിൽ പിന്നെ ഈ ദൈത്യനായ ശമ്പരൻ വരം വാങ്ങി. നീ മുന്നേ കാമദേവനായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ പതിയായിരുന്നു മുന്നം. അന്ന് നീ ദഹിച്ചതിൽ പിന്നെ, നീ അന്ന് ഭസ്മമായി പോയതിൽ പിന്നെയാണ് ദൈത്യൻ വരം മേടിച്ചത്. ശമ്പരൻ വരം വാങ്ങിയത്. ഭസ്മമായി പോയ ആൾ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് കരുതി എന്ത് വരമാ വേണ്ടത്. ഇപ്പം ബ്രഹ്മാവിനെ ആയിരിക്കും മൃത്യുവായ അയാൾ ഇത് ചെയ്തത്, എന്താ തപസ് ചെയ്തത്. അപ്പം ബ്രഹ്മാവിനോടായിരിക്കും പ്രത്യക്ഷമാമൻ ചോദിക്കുന്നത് എന്ത് വരമാ വേണമെന്ന് ചോദിക്കുമ്പം ബ്രഹ്മാവ് ചോദിക്കുമ്പം ശമ്പരൻ പറഞ്ഞു കാണും, എനിക്ക് കാമനല്ലാതെ ആരും എന്നെ വധിക്കാൻ പാടില്ല. അപ്പോൾ എന്താ, കാമൻ ദഹിച്ചു പോയപ്പോൾ അവൻ അത് പറയുമ്പോൾ ഇനി മേലിൽ ഒരിക്കലും കാമൻ തിരിച്ച് വരത്തില്ല എന്ന് കരുതിയിട്ടാണ് വരം ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് എന്നോട് പതിയായ ഭർത്താവായ നീ മുന്നം ദഹിച്ച് അതിൽ പിന്നീട് അതിന് ശേഷമാണ് ഈ ദൈത്യനായ ശമ്പരൻ വരം വാങ്ങി. മരിച്ച ജനം ഇനി വരികയില്ലെന്നോർത്ത് മരിച്ച ആ കാന്തനായ ഈ അതിൻ്റെ പേരെന്തുവാ, കാമദേവൻ,
മരിച്ച ജനം, അതായത് മരിച്ച മനുഷ്യർ, ഇപ്പോൾ കാമനായാലും ആരായാലും ജനം ഇനി വരികയില്ല, തിരിച്ചിനി വരികയില്ലെന്ന് ഓർത്തിട്ടാണ് മരണം കാമനുണ്ടാം അന്നേ എങ്ങെനിക്കാവൂ, എന്നെങ്കിലും കാമൻ വന്നല്ലാതെ എനിക്ക് മരണം ഉണ്ടാകരുത് എന്നാണ് അവൻ്റെ വരം. മരണം കാമന് ഉണ്ടാം അന്നേ എങ്ങെനിക്കാവൂ, എപ്പോഴെങ്കിലും കാമൻ ഇവിടെ ഉണ്ടായതിന് ശേഷമേ മരണം എനിക്ക് ആകാവൂ എന്നാണ് വരം ചോദിച്ചേക്കുന്നത്. അന്നേരം ഇവൻ വരം ചോദിക്കുമ്പോൾ കാമൻ ദഹിച്ചു പോയതിന് ശേഷമാണ് ഈ വരം മേടിച്ചേക്കുന്നത്. എപ്പോഴെങ്കിലും കാമൻ ഇവിടെ വന്നല്ലാതെ, കാമനല്ലാതെ എന്നെ ആർക്കും വധിക്കാൻ പറ്റുകയില്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നത് മൂലം നിന്നെ കൊല ചെയ്വതിനായിട്ട് ഇന്നിവൻ മുതിർന്നതും എന്നുരയ്ക്കുന്നു ചിലർ. അത് കാരണം നിന്നെ കൊല ചെയ്വതിനായിട്ടാണ് ഇവൻ ഇവിടെ മുതിർന്നതെന്ന് ഉരയ്ക്കുന്നു ചിലരിങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ടാണ് നിന്നെ കൊല ചെയ്വതിനായി ഇന്നിവൻ മുതിർന്നതും എന്നുരയ്ക്കുന്നു ചില. അപ്പം ഈ കാമനെ കൊല്ലാനല്ലേ പറ്റത്തുള്ളൂ. എപ്പോഴായാലും ശമ്പരൻ നോക്കുമ്പം എപ്പോഴായാലും കാമൻ ജനിച്ചു വന്നാൽ അതിനെ കൊല്ലാതിരുന്നാൽ ശമ്പരന് ജീവിതമില്ല. അതുകൊണ്ട് എപ്പോഴായാലും വന്നാൽ കൊല്ലും, അതിന് വേണ്ടുന്ന മുതിർന്നതാണ് എന്ന് ചിലരൊക്കെ ഊഹിക്കുന്നു. ഞാനിഹ നിൻ്റെ കാന്താരതി എന്നറിയണം. ഞാനിവിടെ നിൻ്റെ കാന്ത, സ്ത്രീ കാന്ത എന്ന് പറയുമല്ലോ, കാന്തനും കാന്തയും. അപ്പോൾ നിൻ്റെ കാന്ത, കാമദേവൻ്റെ കാന്തയാണ് രതി ഞാൻ എന്ന് അവർ പറഞ്ഞു. നിൻ്റെ ഭാര്യയാണ് ഞാനിഹ ഇവിടെ ഞാൻ നിൻ്റെ ഭാര്യ കാന്ത രതി എന്നറിയണം. നിൻ്റെ കാന്തയായ രതിയാണ് ഞാനിവിടെ. മായാവതി എന്നുള്ള പേര് അപ്പോഴത്തേക്ക് ശമ്പരാസുരൻ്റെ അടുക്കള പണിക്ക് നിൽക്കുമ്പോഴേ ഉള്ളു, അല്ലാത്തപ്പം ഈ രതി തന്നെയാണ് അവരുടെ പേര്. അപ്പം നിൻ്റെ ഭാര്യയായ രതിയാണ് ഞാനെന്ന് നീ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞതു അതല്ല നൂനം, ഇതാര് പറഞ്ഞതാ ഇത്രയും കാര്യങ്ങൾ? നൂനം നാരദമുനി വൃത്താന്തം ഇവയെല്ലാം എന്നോട് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം എന്നോട് ആരാ പറഞ്ഞത്? നാരദ മഹാമുനി പറഞ്ഞിട്ടാണ് ഞാനതെല്ലാം അറിഞ്ഞതെന്ന് രതി ഈ മോനല്ല ഈ കാന്തനോട് പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു. എന്നോട് പറഞ്ഞതു ഞാനുമിങ് ഇവിടത്തിൽ നിന്നുടെ വരവിനെ പാർത്തിട്ട് മായയാലേ നിന്ന് പോരുന്നു. മുനി നാരദ വാക്യത്താലും നാരദ മഹാവിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാനിവിടെ ഈ അടുക്കള പണിക്ക് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഇതെല്ലാം നാരദ മഹാമുനി ഈ വൃത്താന്തമെല്ലാം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനുമിങ് ഇവിടത്തിൽ നിന്നുടെ വരവിനെ പാർത്തിട്ട്, നീ എപ്പോഴെങ്കിലും വരുമ്പോൾ, ശമ്പരാസുരനാണല്ലോ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നത്, വധിക്കാൻ കൊണ്ട് നദിയിൽ സമുദ്രത്തിൽ എറിഞ്ഞത്. ആ സമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ വീണ്ടും ശമ്പരാസുരൻ്റെ ഭവനത്തിൽ തന്നെ വന്നെത്തി. കാഴ്ചവശം അവിടെ തന്നെ വന്ന് കിട്ടി. ഇനി അതറിഞ്ഞാൽ അപ്പോഴേ അതിനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഇത് രഹസ്യമായി തന്നെ മായാവതി അതിനെ വളർത്തുവാണ്. അതുകൊണ്ട് നിന്നുടെ വരവിനെ നീ എപ്പോഴെങ്കിലും ജനിച്ചു വരാനായിട്ട് തന്നെ ഓർത്തിട്ട് മായയാലേ നിന്ന് പോരുന്നു മുനി നാരദ വാക്യത്താലും. നാരദ മഹാമുനിയാണ് മായാവതിയായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാൻ. ഇതൊക്കെ നേരത്തെ തന്നെ നാരദ മഹാമുനിക്ക് അറിയാം. ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ അറിയുന്നൊരു മഹാമുനിയാണ്. അതുകൊണ്ട് ശമ്പരാസുരൻ്റെ ഈ കുട്ടിയെ കിട്ടുമെന്നും ഇവിടെ കൊണ്ട് കാഴ്ച വയ്ക്കുമെന്നും, അപ്പോൾ ശമ്പരാസുരന് ഉള്ള വീട്ടിൽ തന്നെ കുട്ടി വളരണം, അല്ലാതെ രഹസ്യമായിട്ട് മറ്റങ്ങ് വളർന്നാൽ അറിഞ്ഞാൽ പറ്റില്ല. അത് ഇവിടെ ആകുമ്പം സ്വന്തം ഭാര്യ തന്നെ നോക്കിക്കൊള്ളും. ഒരു ഭാര്യയ്ക്ക് അത്രത്തോളം ഉത്തരവാദിത്വം കാണും. അവരത്രത്തോളം ആഗ്രഹിക്കുന്നു ഭർത്താവായ ഈ കാമദേവൻ തിരിച്ചു വരണമെന്ന്. അതുകൊണ്ട് അത്ര രഹസ്യമായി തന്നെ അവരതിനെ വളർത്തിയെടുത്തോളും. അതുകൊണ്ട് ഈ നാരദ മഹാമുനി പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് ഞാനിതെല്ലാം മനസ്സിലാക്കിയത്. നിന്നുടെ മാതാ നിൻ്റെ ഹേതുവായി ദുഃഖിക്കുന്നു, നിൻ്റെ അമ്മ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. നമുക്കറിയാം ഒരു അമ്മ എത്രമാത്രം ദുഃഖിക്കും. ഒരു കുഞ്ഞിനെ കാണാതെ പോയാൽ രുക്മിണി അറിയുന്നില്ല കുട്ടി എങ്ങോട്ട് പോയെന്നോ, എവിടെ പോയെന്നോ, ആര് കൊണ്ടുപോയെന്നോ, എന്താ ഒരു എത്തും പിടിയും രുക്മിണിക്കില്ല. അവരറിഞ്ഞിട്ടില്ല ഈ കുട്ടിയെ സമുദ്രത്തിൽ എറിഞ്ഞ കാര്യങ്ങളൊന്നും. കൃഷ്ണൻ അഥവാ അറിയാമെങ്കിലും പറയത്തില്ലല്ലോ, തള്ളമാരത്ത് പറയില്ലല്ലോ. ഭഗവാൻ എല്ലാം അറിവുണ്ടെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ സമുദ്രത്തിൽ എറിഞ്ഞെന്നങ്ങാണം ഭഗവാൻ ഭാര്യ രുക്മിണിയുടെ അടുത്ത് പറയൂ? അത്രത്തോളം വിഷമം പിന്നും ഉണ്ടാകത്തില്ലേ? അതുകൊണ്ട് നിന്നുടെ നിൻ്റെ അമ്മ നിൻ്റെ ഹേതുവായി ദുഃഖിക്കുന്നു, നിന്നെ ഓർത്തിട്ട് ദുഃഖിക്കുന്നു. ഇന്നു നീ ശമ്പരനെ വേഗത്തിൽ കൊല ചെയ്ത് മന്ദമെന്നിയേ ദ്വാരാവതിക്ക് പോകടോ. നമുക്ക്, അതായത് രതിയായ മായാവതിക്കും ഈ കാമനും കൂടി ശമ്പരനെ തന്നെ വേഗത്തിൽ വധിച്ചിട്ടേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ന് നീ ശമ്പരനെ കുഞ്ഞ് അപ്പോഴത്തേക്കും വളർന്ന്, നമ്മളിപ്പം പെട്ടെന്ന് വായിച്ചു തീർക്കുമ്പം തീരും. പക്ഷേ ഇത് കുറേ കാലം കൊണ്ടായിരിക്കും ഇത്രയും സംഭവിച്ചു വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ പറയുമ്പം പെട്ടെന്ന് ഇന്ന് ജനിച്ച് നാളെ അങ്ങ് വളർന്നെന്നല്ല എൻ്റെ അർത്ഥം.
വായിക്കുമ്പോൾ നമുക്ക് എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് ചിന്തിച്ചോണം. അപ്പോൾ ഇന്ന് നീ ശമ്പരനെ വേഗത്തിൽ കൊല ചെയ്ത് മന്ദമെന്നിയെ നമുക്ക് പതുക്കെ ദ്വാരവതിക്ക് പോകടോ. നമുക്ക് അങ്ങനെ അവിടേക്ക് പോകാം. നിന്റെ പിതാവും മാതാവും അവിടെ ദുഃഖിച്ചിരിക്കുകയല്ലേ. മായാവിയായ ദൈത്യൻ ശമ്പരൻ തൻ്റെ മായയ്ക്ക് നാഥയായോ എനിക്കിങ്ങേൽക്കയില്ല. അതായത് മായാവിയായ ദൈത്യൻ ശമ്പരൻ തൻ്റെ മായ. അപ്പം ശമ്പരനൊരു മായയുണ്ട്, അതാണ് മായാവി ദൈത്യൻ എന്ന് പറയുന്നത്. ഈ ശമ്പരൻ ദൈത്യനാണ്, അസുരനാണ്. അസുരന് മായ യഥാർത്ഥത്തിൽ തന്നെ ഉണ്ട്. എന്നാലും അവൻ്റെ മായയ്ക്ക് നാഥയാണ് ഈ രതി. മായയ്ക്ക് നാഥ എന്ന് വെച്ചാൽ എന്താണ്? മായയിൽ വെച്ചും കേമിയായ മായയാണ് മായാവതി. അതുകൊണ്ടാണ് രതി എന്നുള്ള പേര് മാറ്റി മായ കൊണ്ട് മായാവതിയായി നിൽക്കുന്നത്. അതുകൊണ്ട് അവർ അത്ര മായയാണ്. അതെനിക്ക് ഇന്നലെ അങ്ങോട്ട് പറയുമ്പോൾ എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവൂലെന്ന് എനിക്കറിയാം. കാരണം അവർ വെറും ഒരു മായാവതി ആയതല്ല, അവരൊരു മായയുള്ളവരാ രതി. അതുകൊണ്ട് അവർ പറയുന്നു, ശമ്പരൻ്റെ മായയ്ക്ക് നാഥയായോരെനിക്കിങ്ങേൽക്കയില്ല. അപ്പം മായയ്ക്ക് നാഥയാണ് ഈ രതി. അങ്ങനെയുള്ളവർക്ക് ഈ ശമ്പരൻ്റെ മായ എനിക്ക് ഏക്കത്തില്ല എന്ന് പറഞ്ഞു. അവൻ്റെ മായയെല്ലാം എനിക്കിങ്ങ് അറിഞ്ഞിടാം. ശമ്പരൻ്റെ മായയെല്ലാം എനിക്കറിയാം. എത്രത്തോളം അവന് മായയുണ്ടെന്നൊക്കെ എനിക്ക് നന്നായി അറിയാമെന്ന് രതി ഈ കുഞ്ഞിനോട് പറഞ്ഞു. അവനെ ചെന്ന് ദുർവാക്യങ്ങളെ ചൊല്ലുന്നേരം അവനും മുതിർന്ന് ഏറ്റുകൊള്ളുമെന്ന് അറിയണം. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവനോട് നീ ഏറ്റുകൊള്ളണം. എങ്ങനെ? ദുർവാക്യങ്ങൾ പറയണം. അവന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയുമ്പോൾ അവനെ എതിർക്കും. അപ്പോൾ തങ്ങളിൽ യുദ്ധം ചെയ്യാം, അവനെ വധിക്കാം. ഇത് മായാവതി ഈ എനിക്ക് മകനെന്നേ വരില്ല, വളർത്തുന്നതുകൊണ്ട് ആ മകനെന്ന് ആയിപ്പോണത്. കുഞ്ഞായിട്ട് കൊണ്ടൊന്ന് വളർത്തുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ മകനായിട്ടല്ല അവർ കാണുന്നത്, അവരുടെ ഭർത്താവ് തന്നെയാണ്. പക്ഷെ കുട്ടിക്കും ഇത് പറഞ്ഞിടത്തും മനസ്സിലായി. അതിനുമുമ്പ് കുഞ്ഞ് വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ അമ്മയല്ലയോ എന്നാ. പക്ഷേ ഇതെല്ലാം രഹസ്യങ്ങളെല്ലാം പൊട്ടിച്ചപ്പോൾ ഇപ്പോൾ കുഞ്ഞിനും അറിയാം, രതിക്കും അറിയാം. കുഞ്ഞ് നന്നായി ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധം ചെയ്യും, ശമ്പരാസുരനെ വധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവനെ ചെന്ന്, അതായത് മായാവിയായ അസുരൻ്റെ അടുക്ക ചെന്ന് ദുർവാക്യങ്ങളെ ചൊല്ലുന്നേരം വേണ്ടാത്തതൊക്കെ അങ്ങ് പറയണം. അപ്പോഴെന്ത് വരും? അവന് മുതിർന്ന് ഏറ്റുകൊള്ളുമെന്നാണ്. അവൻ അപ്പോൾ തിരിച്ച് നിന്നോട് എതിർക്കും, യുദ്ധത്തിന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഇത്തരം രതിവാക്യം കേട്ടു കൃഷ്ണാത്മജനും, അതായത് കൃഷ്ണൻ്റെ മകനായ ഈ കാമൻ, ഇത്തരം രതിയുടെ ഈ ഭാര്യയായ മായാവതിയുടെ വാക്ക് കേട്ട് കൃഷ്ണാത്മജനായ കാമൻ സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശമ്പരനെ. ഈ മായാവതിയായിരിക്കുന്ന ഈ രതി, അതല്ലെങ്കിൽ ഈ കാമൻ്റെ ഭാര്യയായിരിക്കുന്ന രതി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ശമ്പരനെ ദുർവാക്യങ്ങൾ കൊണ്ട് പറയുമ്പോൾ അവൻ എതിർക്കാൻ വരുമ്പോൾ അപ്പോൾ യുദ്ധം ചെയ്യാം. വെറുതെ എന്തൊരാളുടെ യുദ്ധം ചെയ്യാൻ പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചും വേണ്ടാത്തൊക്കെ പറയുമ്പോൾ അവന് ദേഷ്യം ഉണ്ടാകും. അപ്പോഴും നമുക്ക് യുദ്ധം വരും. അപ്പം നിനക്ക് അവനെ കൊല്ലാം. അതുകൊണ്ട് സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശമ്പരനെ. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയായാലും അവനെ ഈ കാമൻ പോയി വിളിച്ചു. അതായത് ഇത്തരം രതിവാക്യം കേട്ട് കൃഷ്ണാത്മജനും കൃഷ്ണൻ്റെ മകനായ ഈ കാമൻ സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശമ്പരനെ. എന്നതു കേട്ടവനും കോപിച്ചു യുദ്ധത്തിനായി വന്നു സങ്കരം തുടങ്ങിയിടിനാൻ പലതരം. അത് കേട്ടപ്പോൾ അവന് കോപമുണ്ടായി. ഒരുത്തനൊരു കൊച്ചു ചെറുക്കൻ, എന്നാലും എതിർക്കാൻ പറ്റിയ ആരോഗ്യമെല്ലാം ഉണ്ട്, കോമളനാണ്, നല്ലൊരു യുവാവായിട്ടുണ്ട് അപ്പോഴത്തേക്ക്. അപ്പം മറ്റവൻ അത്രത്തോളം ഭയങ്കരനാണ്. എന്നാലും ഇവിടെ ഭഗവാന്റെ അതുമല്ല, വരവും ഉണ്ടല്ലോ, കാമനാൽ വധിക്കാൻ വരം ഉള്ളതുകൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല ശമ്പരന്. കാരണം അവൻ ചോദിച്ചു വാങ്ങിച്ച വരമാണ്. എപ്പോഴായാലും ശമ്പരന് ഈ എത്ര ആരോഗ്യം കുറഞ്ഞാൽ പോലും കാമന് വധിക്കാൻ വരമുണ്ട്. അതുകൊണ്ട് അത് നടക്കും. അതുകൊണ്ട് ഇത് കേട്ട് കോപിച്ച് ഇവൻ ഈ യുദ്ധത്തിനായിട്ട് വന്ന് ശമ്പരൻ വന്ന് സങ്കരം യുദ്ധം സങ്കരം തുടങ്ങിയിട്ട് ഞാൻ പലതരം എന്താണ്? ഒന്നല്ലാതെ പല രീതിയിലാണ് യുദ്ധം നടക്കുന്നത്. പല ആയുധങ്ങൾ കൊണ്ടും അങ്ങനെ ഓരോന്ന് ഓരോരോ തരം ധർമ്മയുദ്ധങ്ങൾ ചെയ്ത നേരെ നിൽക്കരുതാഞ്ഞു ശമ്പരൻ മായകളും കാട്ടിനാൻ. മായാസുരവ്യാഘ്ര ജന്തുക്കളാലും കൂട്ടമിട്ട് ഓരോ തരം കാമനെ നശിപ്പിപ്പാൻ വരുന്ന മായകളെ തടുത്തു ദിവ്യാസ്ത്രത്താൽ. അങ്ങനെ അവൻ മായാവിയല്ലയോ, പലതരം മായ കാട്ടി ഈ അസുരൻ. എങ്ങനെയൊക്കെയാ? അസുര വ്യാഘ്ര ജന്തുക്കളാൽ വലിയ ഘോരമായിരിക്കുന്ന ഈ മായ കൊണ്ട് ഈ അസുരനായിരുന്ന ശമ്പരൻ പുലിയും സിംഹവും എന്തൊക്കെ വേണമെങ്കിലും അവനാകാം.
അങ്ങനെ എന്താ അസുരനായിട്ടും വ്യാഘ്രമായിട്ടും പല പല ജന്തുക്കളാലും കൂട്ടമിട്ട് ഓരോ തരം ഒത്തിരി കൂട്ടമിട്ട് പലതായി അങ്ങ് വരുക. അത്ര മായയാണ്. അങ്ങനെ കൂട്ടമിട്ട് ഓരോ തരം ഈ കാമനെ നശിപ്പിക്കാൻ വരുന്ന മായകളെ തടുത്തു. എന്തെല്ലാം രീതിയിലെല്ലാം അവൻ പല രീതിയിലും ഈ കാമനെ നശിപ്പിക്കാൻ വന്നപ്പോൾ കാമൻ എന്ത് ചെയ്തു? കാമൻ ദിവ്യാസ്ത്രം കൊണ്ട് എല്ലാവനെ വരുന്ന മായകളെ തടുത്തു. എന്തെല്ലാം രീതിയിൽ വന്നാലും കാമൻ്റെ ദിവ്യാസ്ത്രത്താൽ തിരക്കി രണം ചെയ്തു. മടങ്ങിയിടാതെ നിന്ന്, കാരണം തിരിച്ചു പോകാതെ നിന്ന് നന്നായി പൊരുതി. എത്രത്തോളം അവൻ പല രീതി കാട്ടിയെങ്കിലും അതിലെല്ലാം ദിവ്യാസ്ത്രം കൊണ്ട് കാമൻ തിരക്കി രണം ചെയ്തു. മടങ്ങിയിടാതെ നിന്ന്, തിരിച്ചു പോകാതെ മടങ്ങാച്ച തോറ്റു പോകാതെ തന്നെ നിന്ന് രണം ചെയ്തു, യുദ്ധം ചെയ്തു. ഘോരമായി പാരം മായ കാട്ടിനാൻ അസുരനും. അങ്ങനെ മടങ്ങിപ്പോകാതെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്ത ഈ കാമനോട് ഇവൻ എന്ത് ചെയ്തു? ഘോരമായിട്ട് പാരം എന്ത് ചെയ്തു? മായ കാട്ടിന് അതിഭയങ്കരമായ മായ കാട്ടു തുടങ്ങി ഈ അസുരൻ. പാരമായി അതിന്മീതെ താൻ കണ്ടു യുദ്ധം ചെയ്തു. അങ്ങനെയെല്ലാം കാട്ടികളും ഈ ഘോരമായി പാരം മായ കാട്ടിനാൻ അസുരനും പാരമായി അതിന്മീതെ താൻ കണ്ടു യുദ്ധം ചെയ്തു. അപ്പം ഇവൻ എന്തെല്ലാം കോലാഹലങ്ങൾ കാണിച്ചാൽ അതൊക്കെ മേലെയായി നിന്നു. ആരാ? ഈ കൃഷ്ണൻ്റെ മകനായ കാമൻ. അതാണ് ഈ എല്ലാം കൊണ്ടും പോരെങ്കിൽ പരമേശ്വരൻ പറഞ്ഞനുസരിച്ച് കിട്ടിയ കാമനാണല്ലോ, കാമദേവനാണ് ജീവൻ. പോരെങ്കിൽ പുനർജന്മം ആണെങ്കിലും പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരവും ഭഗവാൻ കൃഷ്ണൻ്റെയും രുക്മിണിയുടെ എല്ലാം മകനുമാണ്. അപ്പോൾ എത്രത്തോളം ശക്തിമാനായിരിക്കും നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഇവൻ കാണിച്ച ഘോരമാകുന്ന മായ കാട്ടിയിട്ട് ഈ കുട്ടി എന്ത് ചെയ്ത്? പാരമായി അതിന്മീതെ എന്നാൽ അതുക്കും മേലെ അവൻ്റെ എത്രത്തോളം മായയുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ട് താൻ കണ്ടു തന്നെ യുദ്ധം ചെയ്തു. അവൻ ഇന്നത് കാട്ടുമ്പോൾ അതിനപ്പുറം ഇന്നത് കാട്ടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കാമദേവൻ യുദ്ധം ചെയ്തത്. ദുഷ്ടനാം ശമ്പരനെ വധിച്ചത് അതുനേരം. അങ്ങനെ അതുക്കും മേലേ കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അവനെ വധിക്കാൻ പറ്റി. അവൻ കാട്ടുന്ന മായയ്ക്ക് അപ്പുറമായി നിന്നുകൊണ്ട് കുഞ്ഞ് ഈ കാമൻ യുദ്ധം ചെയ്തപ്പോൾ ദുഷ്ടനായിരിക്കുന്ന ശമ്പരനെ വധിച്ചത് അതുനേരം പെട്ടെന്ന് തന്നെ അവനെ വധിക്കാൻ പറ്റി. പുഷ്ടമോദേന പുഷ്പവൃഷ്ടിയും ചെയ്തു സുരർ. അത് സുരർ വെച്ചാൽ ദേവന്മാർ, സുരർ അസുരനല്ല, സുരന്മാർ, സുരർ. എങ്ങനെ പിന്നെ വാനിൽ നിന്ന്, അതായത് ദേവലോകത്തു നിന്ന് പുഷ്പമോദന സന്തോഷത്തോടെ തന്നെ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് ഈ ശമ്പരാസുരൻ മരിച്ചതുകൊണ്ട് പിന്നത്തൻ പത്നിയോട് ഒന്നിച്ച് വ്യോമമാർഗേ ചെന്നു. കാമനും വേഗാൽ ദ്വാരകാപുരി പുക്ക് മിന്നലും മേഘവുമായി ഒന്നിച്ച് ശോഭിച്ചപ്പോൾ അന്നേരം ദ്വാരകയിൽ മേവിടും ജനം കണ്ടു. ആരിത് വരുന്നതെന്നോർത്തു വിസ്മയം പൂണ്ടാർ. കാരണം ഈ അവനെ വധിച്ചിട്ട് അവരെന്ത് ചെയ്തു? പിന്നെ പത്നിയോട്, ഈ രതിയാണല്ലോ പത്നി മായാവതിയോട് ഒന്നിച്ച് വ്യോമം ആകാശം മാർഗം വഴി, ആകാശം വഴി ചെന്ന് കാമനും വേഗാൽ ദ്വാരകാപുരിപുക്ക്, കാമനും രതിയും കൂടെ ആകാശമാർഗത്തിൽ കൂടെ ദ്വാരകയിൽ ചെന്ന്. പിതാവും മാതാവോടല്ലേ അമ്മയും അച്ഛനും, രുക്മിണിയും കൃഷ്ണനും മുത്തച്ഛനും എല്ലാവരും ഉണ്ട്, ദേവകിയും വസുദേവനും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ദ്വാരകാപുരിക്ക് ചെന്നു. എങ്ങനെ ചെന്നു? മിന്നലും മേഘവുമായി ഒന്നിച്ച് ശോഭിച്ച പോലെ. കാർമേഘത്തിനിടയ്ക്ക് മിന്നൽ വന്നാൽ എന്തൊരു തിളക്കുവാ, ഭയങ്കര ഈ ഇടി വരുമ്പോഴേ കാർമേഘവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നലും അതുപോലെ ശോഭിച്ചുകൊണ്ടാണ് അവർ ചെല്ലുന്നത്, രതിയും ഈ കാമനും കൂടെ. മിന്നലും മേഘവുമായി ഒന്നിച്ച് ശോഭിച്ചപ്പോൾ അന്നേരം ദ്വാരകയിൽ മേവീടും ജനം കണ്ട്. ഇത് ചെന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുവാണ്. ഇത്രയും മിന്നലും മേഘവും പോലെ ശോഭിക്കുന്ന പോലെ ഒരു രണ്ടുപേര് വന്ന് ഇറങ്ങുന്നപ്പോൾ അവിടെ നിന്ന് ജനങ്ങളെല്ലാം കണ്ട് എന്ത് ചെയ്യുന്നു? ആരിത് വരുന്നതെന്നോർത്തു വിസ്മയം. ഇത് ആരായി വരുന്നത്? ഇത്രയും ശോഭമായി അത്രമാത്രം എന്താ പറയുക സൗന്ദര്യവും തേജസ്, മിന്നല്, മേഘത്തിനിടയ്ക്ക് മിന്നുന്ന അതുപോലെ ശോഭയോടുകൂടി രണ്ടുപേര് രതിയും ഈ കാമനോട് ചെന്ന്. അപ്പോൾ ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ 10 മടങ്ങ് സൗന്ദര്യമുണ്ട് ഈ കാമദേവന്. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ ഇത് ആരായി വരുന്നത് എന്നൊരു ചിന്തയും വിട്ടുന്നില്ല. ആരിത് വരുന്നതെന്നോർത്ത് വിസ്മയം പൂണ്ടാർ. കാരണപുരുഷനാം കൃഷ്ണനെന്നോർത്തു. ഇത് ഭഗവാനാണോ, കൃഷ്ണനാണോ, ഇത് കൃഷ്ണൻ ഇങ്ങനെ വന്നതാണോ എന്നൊക്കെ പലരും പല രീതിയിൽ അങ്ങ് ചിന്തിക്കുക. കാരണപുരുഷനാം ഇത് കൃഷ്ണനെന്നോർത്ത് ചിലരിങ്ങനെ ഇത് കൃഷ്ണനായിരിക്കും. കാരണം ഇപ്പം 40 വയസ്സുള്ള കൃഷ്ണനെ ചെറുപ്പമായിട്ടും നമുക്ക് കാണാം. ഷേവൊക്കെ അയച്ച് നടന്ന് ഒരുങ്ങുകയാണെങ്കിൽ ഒരു 20 വയസ്സ് തോന്നിക്കുമല്ലേ. അങ്ങനെയാണല്ലോ പുരുഷന്മാർക്ക് അങ്ങനെ
എല്ലാവർക്കും അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാമല്ലോ. ഇതിപ്പം കൃഷ്ണന് തേജസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇന്നത്തെ ജനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതാ. അച്ഛനെയും മകനെയും ചിലപ്പോൾ കണ്ടറിയാൻ പറ്റാത്ത വണ്ണമുള്ള രീതി ഇന്ന് ലോകത്തുണ്ട്. ഇന്ന് നമുക്കറിയാം എന്തൊക്കെയോ വാരി പൊത്തി ചെറുപ്പക്കാരായിട്ടുള്ള മുഖം ആവുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവർ ഇത്രയും ചെറുപ്പം എല്ലാം കൊണ്ട് ഇന്ന് അങ്ങനെ ഉണ്ട്. അന്ന് ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാൻ നല്ല തേജസ്സല്ലേ, എപ്പോഴും മുഖത്തിന് ആ പ്രസാദം ഉള്ളതുകൊണ്ട് ഒരിക്കലും പ്രായം തോന്നത്തില്ല. വേണ്ടി വന്നാൽ വേണമെങ്കിൽ തോന്നിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇത് കൃഷ്ണനാണോ എന്ന് കാരണം പുരുഷനായിരിക്കുന്നത് കൃഷ്ണനെന്ന് ഓർത്ത് ചിലർ കണ്ടവരെല്ലാം നിന്നത് നിൽക്കും പോലെ. എന്താണ് നിൽക്കുന്നില്ല, നിന്നതുപോലെ നിൽക്കുക. ഇതാരാ? ഒരു എത്തുമ്പളി കിട്ടാണ്ട് പിന്നെ തെക്കോട്ടും വഴക്കോട്ടും പടിഞ്ഞാറും കിഴക്കോട്ടും നോട്ടമില്ല. ഈ നിൽപ്പ് നിന്ന് പോയി എല്ലാവരും. കാരണം ഇങ്ങനത്തെ പുരുഷനെ അവർ അനുഭവം കണ്ടിട്ടില്ല. അതുകൊണ്ട് കണ്ടവരെല്ലാം നിന്നത് നിൽക്കുന്നില്ല, നിന്നത് തന്നെ നിന്നതുപോലെ നിന്ന്, ജീവനില്ലാത്ത പോലെ നിന്ന് കാണുക. ഒരു ശ്രദ്ധ വേറെ അങ്ങോട്ടും പതിയുന്നില്ല. മനസ്സ് ഇത് ആരാന്നുള്ളത് അന്തിച്ചങ്ങ് നിന്ന് പോകും. അത് നിൽക്കുന്നില്ല എന്ന് നിന്നതുപോലെ നിന്ന്. എന്നിട്ട് വണ്ടാർ കുഴലാളാം രുക്മിണി അത് നേരം ചിത്തത്തിൽ നിരൂപിച്ചു. അപ്പോൾ രുക്മിണി, സുന്ദരിയായ രുക്മിണി എന്ത് മനസ്സിൽ കണ്ടു ചിത്തത്തിൽ? ഇത് മാധവ പ്രതിബിംബം വ്യക്തമായ അതുപോലെ ആരിവൻ മഹാപുമാൻ, ഇത് ആരാ ഇത്രയും സുന്ദരനായ പുമാൻ? മാധവ പ്രതിബിംബം പോലെ ഇരിക്കുന്നില്ല, ഭഗവാൻ കൃഷ്ണനെ പോലെ ഇരിക്കുന്നു. പ്രതിബിംബം എന്ന് വെച്ചാൽ ഭഗവാൻ അപ്പുറവും ഇപ്പുറവും പ്രതിബിംബം നിന്നാൽ എങ്ങനെ ഭഗവാന്റെ പ്രതിബിംബം നമുക്ക് ഇപ്പോൾ അതിന് കണ്ണാടിയിൽ നമ്മൾ നോക്കി നിന്നാൽ നമ്മുടെ പ്രതിബിംബം അല്ലേ കണ്ണാടിയിൽ കാണുന്നത്? അതുപോലെ കൃഷ്ണനെ കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബം പോലെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും സുന്ദരനായ മഹാപുമാനത് ആരാന്ന് രുക്മിണി ചിന്തിക്കുന്നു. കൃഷ്ണനെ പോലെ നിൽക്കുമ്പോൾ അത് പ്രതിബിംബം തന്നെയാണ്. നമ്മൾ അവരവർ തന്നെ ഒരു വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മളെങ്ങനെ പ്രതിബിംബം അതുപോലെ ഭഗവാനാണെന്ന് കൃഷ്ണനാണെന്ന് രുക്മിണിക്ക് മനസ്സിലാകുന്നു, അതങ്ങനെ തോന്നിക്കുന്നു. ഇത് വണ്ടാർ കുഴലാളാൻ രുക്മിണി അത് നേരം ചിത്തത്തിൽ നിരൂപിച്ചു, മനസ്സിൽ ചിന്തിച്ചു. മാധവ പ്രതിബിംബം, കൃഷ്ണൻ്റെ പ്രതിബിംബം വ്യക്തമായതുപോലെ, പ്രതിബിംബം അതുപോലെ വ്യക്തമായിരിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു. അങ്ങനെ ഇത് ആരിവൻ മഹാപുമാൻ, പ്രതിബിംബം പോലെ ഭഗവാന്റെ പ്രതിബിംബമാണല്ലോ, ഇത് ആരായി പുമാൻ? മൽപുത്രൻ, അതായത് എൻ്റെ പുത്രൻ. രുക്മിണി പറഞ്ഞു എൻ്റെ പുത്രൻ മുന്നമുണ്ടായി വന്നത് ഇന്ന് ഉണ്ടെങ്കിൽ, അതായത് എങ്ങോട്ട് പോയെന്ന് കണ്ടിട്ടില്ലല്ലോ അവർ. അതുകൊണ്ട് എൻ്റെ പുത്രൻ മല്ലെച്ചാൽ രുക്മിണി പറഞ്ഞു എൻ്റെ പുത്രൻ മുന്നം ഉണ്ടായി വന്നത് ഇന്നുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എവിടെയോ പോയല്ലോ, എങ്ങോട്ട് പോയെന്നോ മരിച്ചു പോയെന്നോ ഒരു ഉറപ്പുമില്ല അവർക്ക്. ആ കുട്ടി ഇന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പുമാനോട് തുല്യം വയസ്സും കാന്ത്യാദികൾ, ആ കുഞ്ഞ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഈ പ്രായം, ഈ വയസ്സും ഈ കാന്ത്യാദികൾ, ഈ സൗന്ദര്യവും ഈ പുമാനോട് തുല്യം പോലെ ഇരുന്നേനെ. എൻ്റെ കുഞ്ഞ് അന്ന് മുന്നേ ഉള്ള ആദ്യത്തെ കുട്ടിയായിരുന്നല്ലോ, പ്രഥമ കുട്ടിയായിരുന്നല്ലോ, അത് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിബിംബങ്ങൾ നിൽക്കുന്ന ഈ കുഞ്ഞിന് തുല്യമായേനെ, പ്രായവും കാന്ത്യാദികളും സൗന്ദര്യവും എല്ലാം അങ്ങനെ ആയേനെ എന്ന് രുക്മിണി ചിന്തിച്ചിട്ട്, എന്നോട് സൂനു മുന്നം പോയവൻ ഇവൻ താനോ, ഇവൻ തന്നെയാണോ, അത് അവനാണോ, ഇവൻ അന്ന് ആരെങ്കിലും കൈക്കലായി കൊണ്ട് പോയിട്ട് വളർന്നിപ്പം വന്നതാണോ അവർ ചിന്തിക്കുക. എന്നിട്ട് എന്നോട് സൂനു വെച്ചാൽ കുഞ്ഞ്, മകൻ, തള്ള. ഈ രുക്മിണി വിചാരിക്കുന്നതല്ല, ഇത് എൻ്റെ കുട്ടി തന്നെയാണോ? എന്നോട് സൂനു മുന്നം പോയവൻ ഇവൻ താനോ, ഇവൻ പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ കുട്ടി തന്നെയാണോ, ഇത് തിരിച്ചു വന്നതാണോ? ഒന്നുമേ അറിയാവതല്ല എൻ്റെ ഭഗവാനേ. അവർക്ക് അത്രയ്ക്കങ്ങ് വിഷമോ, കുഞ്ഞിനെ കാണാൻ ദുഃഖിച്ചിരിക്കുന്നു പ്രത്യേകിച്ച്. അപ്പം മുന്നിൽ വന്ന് പ്രതിബിംബം പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണോ, മുമ്പ് പോയ കുട്ടി തന്നെയാണോ ഇത്? എന്നിട്ട് അവർക്ക് എന്ത് പറയുന്നു? ഒന്നുമേ എനിക്ക് അറിയാവതല്ല എൻ്റെ ഭഗവാനേ. ചെന്താമരാക്ഷൻ തൻ്റെ തുല്യമായി വന്നിടുവാൻ ഒന്നുകൊണ്ടും വരാ. മറ്റുള്ളവരാരെങ്കിലും സുന്ദരൻ ഇവൻ തന്നെ കാണുന്ന നേരം ഏറ്റം എന്നുള്ളിൽ വളരുന്നു സ്നേഹവും. അതും അല്ല, എന്നോട് മുലകളും ചുരന്നു വരുന്നത് എന്നല്ല, പാണികൾ എടുപ്പാൻ ഭാവിക്കുന്നു. എൻ്റെ കൈകൾ കൊണ്ട് കുഞ്ഞിനെ എടുക്കാനും തുടങ്ങുന്നു. എൻ്റെ ഉള്ള അങ്ങ് അതിലേക്ക് വരുന്നു, എൻ്റെ മുലകളും ചുരന്നു വരുന്നു. എന്തുകൊണ്ടോ ഒരു ആകർഷണം ഉണ്ടാകുന്നു, എൻ്റെ കുഞ്ഞ് തന്നെയാണെന്നുള്ള ചിന്ത അവർക്കങ്ങ് വരുന്നു. അപ്പോൾ എന്നോട് സൂനു മുന്നം പോയവൻ ഇവൻ താനോ, ഒന്നുമേ അറിയാവതല്ല എൻ്റെ ഭഗവാനെ. ചെന്താമരാക്ഷൻ തൻ്റെ തുല്യമായി വന്നിട, എൻ്റെ കൃഷ്ണൻ്റെ ഭഗവാന്റെ തുല്യം പോലെ ഇത് ഇങ്ങനെ വരാൻ ഒന്നുകൊണ്ടുമേ വേറൊന്നുകൊണ്ടും അല്ല. മറ്റുള്ളവരാരെങ്കിലും സുന്ദരൻ ഇവൻ തന്നെ കാണുന്ന
നേരം ഏറ്റവും എന്നുള്ളിൽ വളരുന്നു സ്നേഹവും. അതും അപ്പം ഇത്രയും സുന്ദരനായിട്ടിരിക്കുന്നവൻ വേറെ ആരുമല്ല, ഇത് എൻ്റെ ചെന്താമരാക്ഷൻ്റെ തുല്യമായി വരാൻ ഒരു കാരണവും അല്ലാതെ ഇല്ല, ഒന്നുകൊണ്ടുമേ വരാ, ഒരു കാരണവും അല്ലാതെ ഇല്ല. ഇത് കൃഷ്ണനെ പോലെ തന്നെ പ്രതിബിംബമായി ഇരിക്കുന്നു. മറ്റുള്ളവരാരെങ്കിലും സുന്ദരൻ ഇവൻ തന്നെ കാണുന്ന നേരം ഏറ്റവും എന്നുള്ളിൽ, കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും ഇവർക്ക് എന്തുണ്ടാകുന്നു, വളരുന്നു, സ്നേഹം ഉണ്ടാകുന്നു. അതുമല്ല എന്നോട് മൂലകളും ചുരന്നു വരുന്നത് മറ്റാർക്കെങ്കിലും അത് വരുമോ? ഈ ചെന്താമരാക്ഷൻ്റെ ഈ ശോഭ, ഈ തുല്യമായിരിക്കുന്ന ഈ കുഞ്ഞിനെ മറ്റുള്ളവരാരെങ്കിലും കണ്ടാൽ ഈ തള്ളയ്ക്കുണ്ടാകുന്ന ആകർഷണം മറ്റുള്ളവർക്ക് വരത്തില്ല. സുന്ദരൻ ഇവൻ തന്നെ കാണുന്ന നേരം, ഈ കുഞ്ഞിനെ കാണുന്ന നേരം ഏറ്റവും എന്നുള്ളിൽ വളരുന്നു. എന്ത് വളരുന്നു? ഒരു തള്ളയുടെ ഉള്ളിലേ അത് വളരൂ. സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനും ഒരു അല്പം ഉണ്ടാകും, പക്ഷെ തള്ളയ്ക്ക് കൂടുതലുണ്ടാകും. തള്ളയ്ക്ക് എന്ത് വളരുന്നു? സ്നേഹം. അതുമല്ല എന്നോട് മുലകളും ചുരന്നു വരുന്നത്. അപ്പോൾ അത്രത്തോളം ഉള്ളിൽ എന്താ പറയുക, രക്തബന്ധമെന്നും പൊക്കൾക്കുടി ബന്ധമെന്നും ഒക്കെ നമ്മൾ പറയില്ലേ, അത് ഒരു തള്ളയ്ക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളിൽ വളരുന്നു സ്നേഹവും. അതുമല്ല എന്നോട് മുലകളും ചുരന്നു വരുന്നത് എന്നല്ല പാണികളും എടുപ്പാൻ ഭാവിക്കുന്നു. എൻ്റെ കൈകളും കുഞ്ഞിനെ എടുക്കാൻ അങ്ങ് വെമ്പുക. എന്നിവ വൈദർഭയം ചിന്തിച്ച് വാഴുന്നേരം അങ്ങനെ രുക്മിണി ഇങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് മാത്രം മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എനിക്കുണ്ടാകുന്നു. സ്നേഹം വർദ്ധിക്കുന്നു, എൻ്റെ കൈകൊണ്ട് ചെന്ന് എടുക്കാൻ തോന്നുന്നു, എൻ്റെ മുലകൾ ചുരന്ന് കുഞ്ഞിനെ കാണുമ്പോൾ ഒരു തള്ളയ്ക്കുണ്ടാകുന്നൊരു വാത്സല്യം, അതെല്ലാം എനിക്ക് ഭവിക്കുന്നു. അപ്പോഴങ്ങനെ ചിന്തിച്ച് വാഴുന്ന നേരം നന്ദജൻ താനും ചെന്ന് കണ്ടു മിണ്ടാതെ നിന്നു. ഈ കുഞ്ഞ് രതി പറഞ്ഞു കൊടുത്ത വാക്കല്ലേ അവർക്ക് കുഞ്ഞിനെ അറിയാവുള്ളൂ. ഇന്ന് ഇതെല്ലാം തള്ള ചിന്തിച്ച് രുക്മിണി നിൽക്കുമ്പോൾ ഈ കുട്ടി കാമൻ എന്ത് ചെയ്തു? നന്ദജൻ എന്ന് വെച്ചാൽ നന്ദൻ ആരാണ്? നന്ദജൻ താനും ചെന്ന് കണ്ടു ആരാ? നന്ദജൻ വെച്ചാൽ കുഞ്ഞല്ല, നന്ദജൻ വെച്ചാൽ കൃഷ്ണനാണ്. നന്ദൻ വെച്ചാൽ നന്ദഗോപര്, ജൻ വെച്ചാൽ കൃഷ്ണൻ. നന്ദജൻ വെച്ചാൽ നന്ദഗോപരുടെ മകനാ നന്ദജൻ, താനും അത് കൃഷ്ണൻ. ഇവിടെ കാമനല്ല. അപ്പം നന്ദജൻ താനും ചെന്ന് കണ്ടു മിണ്ടാതെ നിന്ന്. ഇത് ഇത്രയും രുക്മിണി ഇങ്ങനെല്ലാം സംശയിച്ച് നിന്നപ്പോൾ ഭഗവാൻ അറിയാം, ചെന്ന് മിണ്ടാതെ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോഴെന്തെന്നു വന്നി തന്നേരം മുനി നാരദൻ കൃഷ്ണൻ താനും അങ്ങനെ വന്നി തന്നേരം മുനി നാരദൻ കൃഷ്ണൻ താനും വന്ദിച്ച് പൂജിച്ചു. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ നാരദ മഹാമുനി വന്നു. അപ്പോൾ കൃഷ്ണൻ ചെന്ന് വന്ദിച്ച് പൂജിച്ചത് നാരദമുനിയെ. നാരദൻ അതുനേരം നന്ദനോട് വാസ്തവം അരുൾ ചെയ്തു. നന്ദനോട് വെച്ചാൽ ആരാണ്? കൃഷ്ണനോട് നാരദ മഹാമുനി പറയുന്നു. അതുവരെ കൃഷ്ണൻ മിണ്ടാതെ നിന്നേത്. അപ്പം നാരദ മഹാമുനി വന്നപ്പോൾ കൃഷ്ണൻ പൂജിച്ചു, വന്ദിച്ചു. അപ്പോൾ കൃഷ്ണനോട് നന്ദനോട്, അത് നന്ദഗോപരുടെ നന്ദനായിരുന്ന കൃഷ്ണനോട് വാസ്തവമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു നാരദ മഹാമുനി. വാസ്തവമല്ല, എന്താ പറഞ്ഞത്? പിന്നെ ഉണ്ടായ കഥ ശമ്പരവധങ്ങളും ഒന്നൊഴിയാതെ വസുദേവ ദേവകീ സുതൻ എന്നിവ യദുവരന്മാരോട് അറിയിച്ചു. ഇത് സർവ്വപേരും പിന്നെ അങ്ങ് അറിഞ്ഞു. ഈ നാരദ മഹാമുനി യഥാർത്ഥങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു. കൃഷ്ണനോട് പറഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ കഥ എന്താണ്? ഈ ശമ്പരനെ വധിച്ച കാര്യങ്ങളും ഒന്നൊഴിയാതെ വസുദേവ ദേവകി സുതരെന്ത് ചെയ്ത് മുത്തച്ഛനും, ഈ കാമൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയാണ് വസുദേവരും, അത് പിതാവ് കൃഷ്ണൻ്റെ പിതാവും ദേവകിയും അമ്മുമ്മയും അപ്പൂപ്പനുമാണ്. അവരെന്ത് ചെയ്ത് എന്നിവ യദുവരന്മാരോടും അറിയിച്ച് അവർ ഓരോ യദുക്കളോടും അങ്ങ് പറഞ്ഞു പരത്തി. ഇത് ആ കാമൻ വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ മകൻ അന്ന് പണ്ട് കാണാതെ പോയ കുഞ്ഞിതാ ഇപ്പം വന്നിരിക്കുന്നു, അവരെല്ലാവരും അങ്ങ് അറിയിച്ചു. എന്നിവ യദുവരന്മാരോടും അറിയിച്ച് നന്ദജനുടെ പുത്രൻ ഇന്നിവൻ ജ്യോതിർമയൻ, അതായത് കൃഷ്ണൻ്റെ മകൻ നന്ദജനുടെ പുത്രൻ എന്നിവൻ. അപ്പം നന്ദജൻ കൃഷ്ണൻ്റെ പുത്രൻ എന്നിവൻ, ഇങ്ങനെ വായിക്കണം. നന്ദജൻ ആരാണ്? കൃഷ്ണൻ. നന്ദഗോപരുടെ മകനാണ് നന്ദജൻ. അപ്പം കൃഷ്ണൻ്റെ പുത്രൻ ആരാ? കാമൻ. അപ്പോൾ കൃഷ്ണൻ്റെ പുത്രൻ ഇന്നിവൻ ജ്യോതിർമയനാണെന്ന് എല്ലാവരും അറിയുന്നു എന്നതുകൊണ്ട് പ്രദ്യുമ്നൻ എന്നുള്ള ഒരു പേരും. അപ്പം ഈ കൃഷ്ണൻ്റെ പുത്രനായിരിക്കുന്ന ഈ കാമൻ ജ്യോതിർമയൻ, അത്ര തേജസ്സുള്ളവനാണ്. അതുകൊണ്ട് പ്രദ്യുമ്നൻ എന്നുള്ളൊരു പേരും നന്ദിച്ചു മുനീന്ദ്രനും അരുളി ചെയ്തു. നാരദമുനിയും പറഞ്ഞു പ്രദ്യുമ്നൻ എന്നിരിക്കട്ടെ പേരെന്ന്. കാരണം അവൻ അത്ര സുന്ദരൻ ജ്യോതിർമയനാണ്. അതുകൊണ്ട് കുട്ടിക്ക് പ്രദ്യുമ്നൻ എന്നുള്ള പേര് നന്ദിച്ചു മുനീന്ദ്രനും അരുളി ചെയ്തു. പിന്നെ നന്ദിതനായ മുനി നാരദൻ എഴുന്നള്ളി. അങ്ങനെ അദ്ദേഹം സന്തോഷത്താൽ അവർ പോയി. എഴുന്നള്ളി വെച്ചാൽ അദ്ദേഹം വന്നിട്ട് പോയി.
വൃത്താന്തം ഇവയെല്ലാം കേട്ടൊരു ജനങ്ങൾക്ക് ചിത്താനന്ദത്തെ എന്തു ചൊല്ലുന്നു നരോത്തമ. ജനങ്ങളുടെ ആനന്ദത്തെ പറയാൻ പറ്റുന്നില്ല. നരോത്തമ, പരീക്ഷത്തെ, ശുഗമഹാമുനി പറഞ്ഞത് ഇത് ഓർത്താൽ ആർക്കും എന്ത് പറയാനാ? ചിത്താനന്ദത്തെ എന്ത് ചൊല്ലുന്നു, എന്ത് പറയാനാ? ഈ വൃത്താന്തമെല്ലാം കേട്ട ജനങ്ങൾക്ക് ചിത്താനന്ദം. കാരണം ഭഗവാൻ കൃഷ്ണൻ്റെ മകൻ ദാ വന്നിരിക്കുന്നു, തേജസ്സേറിയ ജ്യോതിർമയനായിട്ട്, അത്രമാത്രം സൗന്ദര്യവും ഭഗവാന്റെ പ്രതിബിംബം പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞ്. പണ്ടെങ്ങോ എവിടെയോ പോയി ആ കുട്ടിയെ കാണാതെ പോയി, ഇപ്പോൾ ആ കുട്ടി ദാ വന്നിരിക്കുന്നു. അപ്പോൾ ചിത്താനന്ദത്തെ എന്ത് ചൊല്ലുന്നു നരോത്തമ? ശുഗമഹാമുനി പറഞ്ഞ്, പരീക്ഷത്തെ ഇതിന് ഇത്രയും ആനന്ദം എന്താ പറയാനുണ്ടോ? എന്നിട്ട് പുത്രനെ ചെന്ന് വേഗം എടുത്തു വൈദർഭിയും. പെട്ടെന്ന് തന്നെ രുക്മിണി ചെന്നങ്ങ് എടുത്തു ഈ കാമനെ. പുത്രനെ ചെന്ന് വേഗം എടുത്തു വൈദർഭിയും എത്രയും വേഗത്തോടെ പുണർന്നു മുകർന്നിതു. ആനന്ദത്തോട് പുണർന്നിടിനാൻ മുകുന്ദനും. സന്തോഷത്തോടെ അമ്മയും മകനും അല്ലേ കാമനും രുക്മിണിയും. ഇനി ഏത് കാമദേവൻ ജനിച്ചെന്ന് പറഞ്ഞാലും രുക്മിണിയുടെ വയറ്റിലല്ലേ വളർന്ന് പ്രസവിച്ചത്. അവർ മോനും അമ്മയല്ലേ. അപ്പോൾ രതിയുടെ ഭർത്താവ് തന്നെയാണ്. എന്നാലും ഇവിടെ ഇപ്പം രുക്മിണിക്ക് മകനല്ലേ. അതുകൊണ്ട് അമ്മയും മകനും ആനന്ദത്തോട് പുണർന്നിടിനാൻ മുകുന്ദനും. ആനന്ദാന്വിതം പുണർന്നിടിനാൻ രാമനും അവിടെ കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു ഈ കുട്ടിയെ. ആനന്ദത്തോട് പുണർന്നിടാൻ മുകുന്ദനും, അത് കൃഷ്ണനും പുണർന്നു. കാരണം എത്രയും വേഗത്തോടെ മുകർന്ന് വൈദർഭി രുക്മിണി. അത് കണ്ടിട്ട് ആനന്ദത്തോടും പുണർന്നിടാൻ മുകുന്ദൻ കൃഷ്ണനും. പിന്നെയോ ആനന്ദാന്വിതം പുണർന്നിടാൻ രാമനും, അതായത് മുത്തച്ഛൻ, കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ കുട്ടിക്ക് മുത്തച്ഛൻ അല്ലല്ലേ, പിതാവ് മൂത്തച്ഛൻ എന്ന് പറയും. മുത്തച്ഛനല്ല, മൂത്ത പിതാവ്. ദേവകി വസുദേവർ തങ്ങൾക്കും പൗത്ര സ്നേഹം ആവോളം ഉള്ളിൽ വർദ്ധിച്ചാനന്ദിച്ചതു പാരം. ദേവകിക്കും വസുദേവർ, മുത്തച്ഛനും മുത്തച്ഛയ്ക്കും പൗത്ര സ്നേഹം. പുത്രൻ്റെ പുത്രനല്ലേ, അതാണ് പൗത്രൻ. പൗത്രൻ വെച്ചാൽ കൃഷ്ണൻ്റെ പുത്രൻ. അപ്പോൾ പൗത്രൻ എന്ന് പറയും. ആ പൗത്ര സ്നേഹം ആവോളം ഉള്ളിൽ വർദ്ധിച്ചാനന്ദിച്ചതു പാരം. അത്രത്തോളം ആനന്ദം മുത്തച്ഛനും മുത്തശ്ശിക്കും വസുദേവർക്കും ദേവകിക്കും ഉണ്ടായി. ദ്വാരകാവാസി ജനം ദമ്പതിമാരെ വന്ന് പാരം ആനന്ദം കൈക്കൊണ്ട് ആനന്ദിച്ചതു പാരം. അവളുടെ ജനങ്ങളെല്ലാം, ദ്വാരകയിൽ ഒരുപാട് ജനങ്ങളുണ്ട്, അവരെല്ലാവരും സന്തോഷത്തോടെ നിന്ന് ആനന്ദിച്ച് അവരോട്. ദമ്പതിമാരെ വന്നു കണ്ടതു പല ജനം. ഈ ദമ്പതിമാരാണല്ലോ രതിയും കാമനും. പുതിയ മണവാളനും മണവാട്ടിയാണ് രതി. പണ്ടേ ഉണ്ടെങ്കിലും കാമൻ ഭസ്മമായി പോയിട്ട് വീണ്ടും ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവർ നേരത്തെ തന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഇപ്പം പുതുമയായിട്ട് വീണ്ടും ഒന്നിച്ചു വന്നു. മരിച്ച കാമൻ ജനിച്ചു വന്നു. അതുകൊണ്ട് ദമ്പതിമാരെ വന്നു കണ്ടത് പലരും വന്നു. അന്തരംഗത്തിൽ മോഹം ഏറുക മൂലമായി നഷ്ടമായൊരു പ്രദ്യുമ്നം ലഭിക്കുക. എന്താണ് നഷ്ടമായൊരു ദ്യുമ്നം? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട ധനം, നമുക്ക് ധനം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും. അയ്യോ, നമ്മുടെ ഒരു കുഞ്ഞ് തന്നെ എവിടോട്ടെങ്കിലും മാറിപ്പോയി കണ്ടില്ല, എപ്പോഴും തിരിച്ചു വരുമ്പോഴുള്ളൊരു ആനന്ദം കിട്ടത്തില്ല എന്ന് കരുതി അനേകം നാളും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം വരുമ്പോൾ എന്തായിരിക്കും, അതൊന്നും ആലോചിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നഷ്ടമായൊരു ദ്യുമ്നം. ആ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ ധനമായാലും എന്തുമായാലും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുമ്പോൾ പ്രദ്യുമ്നം ലഭിക്കുക. തിരിച്ച് കിട്ടുമ്പോൾ അങ്ങനെ നഷ്ടമായൊരു കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടമായൊരു ധനം തിരിച്ചു വരുമ്പോൾ തുഷ്ടി പൂണ്ടവர்களுം വാണിതു ദ്വാരക. അങ്ങനെ എല്ലാവരും സന്തോഷമായി. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ആനന്ദമായി. പ്രദ്യുമ്ന രൂപം കണ്ട് തൻ്റെ മാതാക്കൾക്ക് സദ്യ സംഭവിച്ചതു കന്ദർപ്പ വിഭ്രമങ്ങൾ. ഈ പ്രദ്യുമ്ന രൂപം, അതായത് ഈ കാമൻ്റെ രൂപം എന്താണ്? കാമ ആഗ്രഹമാണ്. അപ്പോഴെന്ത് വന്ന് ഇല്ലാത്ത മോഹങ്ങൾ രുക്മിണി സ്ത്രീകൾക്കല്ല പിന്നെ അങ്ങ് വരുക. പ്രദ്യുമ്ന രൂപം കണ്ട് തൻ്റെ മാതാക്കൾക്ക്, രതിക്കും ഈ രുക്മിണിയൊക്കെ രുക്മിണി മാതാവാണ്. അപ്പം രതിക്കും കാമനെ കിട്ടി. അപ്പം ഈ കാമൻ പൊതുവേ ലോകത്തെല്ലാവർക്കും ആഗ്രഹത്തെ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് വന്നു? പ്രദ്യുമ്ന രൂപം കണ്ട് തൻ്റെ മാതാക്കൾക്ക് സദ്യ സംഭവിച്ചത്. സദ്യ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? കന്ദർപ്പ വിഭ്രമങ്ങൾ. ഈ ഒരു എന്താ പറയുന്നതിന്, കാമം, ആഗ്രഹമൊക്കെ അങ്ങ് വർദ്ധിക്കും. വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ചില മഹർഷിമാർക്ക് ഇനി ഈ ലോക സുഖങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ആഗ്രഹങ്ങൾ വർദ്ധിച്ച് അവർക്ക് പിന്നെ ഭാര്യ വേണം, അത് ഇതെന്നൊക്കെ അങ്ങ് തുടങ്ങും. ആ ഒരു വിഭ്രമമായി ഇവർക്കെല്ലാം. പെട്ടെന്ന് സംഭവിച്ചെന്താ? കന്ദർപ്പ വിഭ്രമങ്ങൾ. ആകയാൽ പിന്നെയുള്ള നാരുകൾക്ക് എന്തേ ചൊല്ലുക? ഇത്രയും അവർക്കുണ്ടാകണമെങ്കിൽ മറ്റുള്ള നമ്മളൊക്കെ കാര്യം പറയണോ?
അവർ ദേവന്മാരൊക്കെയാണ് രുക്മിണിയൊക്കെ. പക്ഷെ അവർക്കങ്ങനെ സംഭവിച്ചെങ്കിൽ സാധാരണക്കാരെ നമ്മുടെ കാര്യം പറയണമോ? അതുകൊണ്ട് ആകയാൽ പിന്നെയുള്ള നാരികൾക്ക് എന്തേ ചൊൽവൂ? ലോകനായക സുതൻ കന്ദർപ്പൻ തന്നിൽ ഏറ്റവും ലോകത്തിലുള്ള നാരീ ജനങ്ങൾ എല്ലാവരും ഐകമത്യേന രമിച്ചിടിനാതെന്താശ്ചര്യം. അതുകൊണ്ട് ലോകനായക സുതൻ, ലോകനായകൻ കൃഷ്ണൻ, സുതൻ മകൻ കാന്ത, ഈ കാമൻ, കന്ദർപ്പൻ തന്നിൽ ഏറ്റവും എന്താ അദ്ദേഹത്തിൻ്റെ കന്ദർപ്പൻ തന്നിൽ ഏറ്റവും എന്താ കാമമാണല്ലോ അദ്ദേഹത്തിന്. അതുകൊണ്ട് ലോകത്തിലുള്ള നാരീ ജനങ്ങൾ, ഈ സ്ത്രീകളായിട്ടുള്ള വർഗ്ഗങ്ങൾക്കെല്ലാം, ഇപ്പം മൃഗമായാലും പക്ഷിയായാലും മനുഷ്യരല്ല, നാരി സ്ത്രീകൾക്കെല്ലാം എന്ത് വന്നു? ഐകമത്യേന രമിച്ചിടാൻ എന്താ ആശ്ചര്യം. അതുകൊണ്ട് അവരിങ്ങനെ ഒരു വീട്ടിൽ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ആനന്ദിച്ച് രമിച്ച് എന്തെന്ന് ഇങ്ങനെ രമിച്ചിടുന്നത് എന്താ ആശ്ചര്യമാണ്. അതുപോലെ പറയാനുണ്ടോ? ഈ കാമൻ്റെ ആഗ്രഹം, കാമദേവൻ അങ്ങനെയുള്ള ആളല്ലേ. അദ്ദേഹം നേരിട്ട് വീണ്ടും അവതരിച്ചപ്പോൾ ജനങ്ങൾക്കെല്ലാം, നാരിമാർക്കെല്ലാം രമിക്കാൻ ഇതൊരു ആശ്ചര്യം പറയാൻ പറ്റുമോ? അത് ആശ്ചര്യം പറയേണ്ട കാര്യമുണ്ടോ? അതങ്ങനെയല്ലേ, എല്ലാ നാരിമാരും അങ്ങനെയല്ലേ എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയത് എന്താണെന്ന് വെച്ചാൽ ഇത് തീർക്കട്ടെ എന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഒത്തിരി സമയം പോയി. സാരമില്ല, ആവശ്യക്കാർ കാണുമെന്ന് എനിക്കറിയാം, ആവശ്യക്കാർ കണ്ടാൽ മതി. ഇത് പറയാൻ എൻ്റെ മക്കൾക്കെല്ലാം ഞാനുണ്ടമ്മേ ഞാൻ കണ്ടോളാം മതി, അത്രയും മതി. അതാണ് എനിക്ക് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എനിക്ക് തോനെ സമയം പോകുന്നുണ്ട് പറഞ്ഞ് വിഷമമില്ല. ആവശ്യക്കാർക്കല്ലേ ഇത് പറഞ്ഞിട്ടുള്ളൂ, അവർ കണ്ടോളൂമല്ലോ, അല്ലാത്തവർ ഇട്ടിട്ട് പോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.